ഹൃദയത്തിൽ സ്നേഹത്തിന്റെ കുഞ്ഞോളങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ കൂട്ടുകാർക്കും നന്മ സ്നേഹം നിറഞ്ഞൊരു നല്ല സുദിനം ആശംസിക്കുന്നു. ഇക്സ് മീ നീതു. കൃത്യനിഷ്ഠതയുള്ള ആളുകൾക്ക് വേണ്ടി സമയം പുഞ്ചിരിയോടെ കാത്തുനിൽക്കും. അത് എന്നും. കുട്ടിക്കാലം തൊട്ട് നാം കേട്ടുപഴകിയ അല്ലെങ്കിൽ കേട്ടുപരിചയിച്ച വാക്കാണ് പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ കൃത്യനിഷ്ഠത, സമയപാലനം, സമയനിഷ്ഠ എന്നൊക്കെ പറയുന്നത്. നമ്മളോട് ഒരുപാട് തവണ അധ്യാപകർ പറഞ്ഞിട്ടില്ലേ കൃത്യസമയത്ത് സ്കൂളിലെത്തണമെന്ന്. എന്താണ് കൃത്യനിഷ്ഠ എന്നത്? കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നതിനെയാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. സ്കൂളിൽ 9 മണിക്ക് ബെല്ലടിക്കുമെങ്കിൽ 9:15 നമ്മളവിടെ എത്തേണ്ടത്. പിന്നെയോ ഒരു 8:45 നമുക്ക് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ ഓഫീസിൽ പോകുന്ന ആൾക്കാരാണെങ്കിലോ 10 മണിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും നമ്മളവിടെ ഒരു 9:45 റിപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്ത് ഇന്നലത്തെ ഫയലുകൾ നോക്കി 10 മണിയാകുമ്പോൾ നല്ല രീതിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ അല്ലേ? അല്ലെങ്കിലോ ലേറ്റായി വന്നതിന് നമ്മുടെ മേലുദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് വഴക്ക് വാങ്ങിക്കും. അത് നമ്മളെ നെഗറ്റീവ് ആക്കുകയും നമ്മുടെ അന്നത്തെ ദിവസം പോയി കിട്ടുകയും ചെയ്യും. വിജയത്തിലേക്കുള്ള താക്കോൽ കൂടിയാണ് കൃത്യനിഷ്ഠ എന്ന് പറയുന്നത്. സമയപാലനം അല്ലെങ്കിൽ കൃത്യനിഷ്ഠ എന്നത് മനുഷ്യന്റെ വലിയൊരു കഴിവുകൾ ഒന്നാണ്. അത് ചിലപ്പോൾ നമ്മുടെ ഐഡന്റിറ്റിയായി മാറാറുണ്ടല്ലേ? നമ്മളെ പറ്റി മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ആ കൃത്യസമയത്ത് വരുന്ന കുട്ടിയുണ്ടല്ലോ, അല്ലെ ആ കൃത്യസമയത്ത് വരുന്ന ആളുണ്ടല്ലോ, അത് നമ്മുടെ ഐഡന്റിറ്റിയായി മാറാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. സമയനിഷ്ഠ അല്ലെങ്കിൽ കൃത്യനിഷ്ഠ വികസിപ്പിച്ചെടുക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല. അതിന് പരിശ്രമവും അർപ്പണബോധവും ദൃഢനിശ്ചയവും അച്ചടക്കവും ആവശ്യമാണ്. കൃത്യനിഷ്ഠ പാലിക്കുന്ന വ്യക്തി നമ്മുടെ ജീവിതത്തിൽ സമയത്തിന്റെ പ്രാധാന്യത്തെ വിലമതിക്കുന്നു. നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കൂ. നമ്മുടെ പ്രകൃതി പോലും കൃത്യനിഷ്ഠ പാലിക്കുന്നുണ്ടല്ലേ? അതെങ്ങനെയാണ്? ഭൂമി സൂര്യനെ ചുറ്റുന്നില്ലേ? രാത്രികാലങ്ങളിൽ കൃത്യസമയത്ത് ചന്ദ്രൻ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നില്ലേ? സൂര്യൻ കിഴക്കുദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നില്ലേ? കാലം തെറ്റി പെയ്യുന്ന മഴയും കാലം തെറ്റിപ്പോക്കുന്ന കൊന്നയും ഇതിനൊരു വെല്ലുവിളിയാണെങ്കിൽ കൂടിയും. രാത്രി കിടന്നാൽ നമ്മളിൽ പലരും തോന്നുന്ന സമയത്താണ് എഴുന്നേൽക്കുന്നതല്ലേ? പക്ഷെ പക്ഷികളും പക്ഷി മൃഗാദികളും അവരുടെ സമയത്ത് ഉറങ്ങുകയും കൃത്യസമയത്ത് എഴുന്നേൽക്കുകയും അവരുടെ കർത്തവ്യത്തിൽ മുഴുകുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണല്ലേ? അമേരിക്കൻ രാഷ്ട്രീയക്കാരനായ മാർവിൻ ജെ ആഷ്ടൺ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. അപ്പോയിന്റ്മെന്റുകളിൽ കൃത്യസമയത്ത് എത്തിച്ചേരുക എന്നത് സ്വയം അച്ചടക്കത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും തെളിവുകളാണ്. സമയനിഷ്ഠ പാലിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ സമയത്തിന്റെയും മറ്റുള്ളവരുടെ സമയത്തിന്റെയും വില മനസ്സിലാക്കാൻ സാധിക്കും. സമയനിഷ്ഠതയുടെ മൂല്യം മനസ്സിലാക്കി നമ്മുടെ സമയത്തെയും മറ്റുള്ളവരുടെ സമയത്തെയും നമുക്കെല്ലാവർക്കും വിലമതിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു.